സോ ചന്ദനമഴ സീരിയലിന്റെ ഡയറക്ടറാണ് സുജിത് സുന്ദർ. ഹായ് സർ. ആരാ കുക്കർ അടുപ്പി വെച്ചത്? ഞാനാ കുക്കർ അടുപ്പി വെച്ചത്. കുക്കറിലുണ്ടായിരുന്ന കടല എവിടെ പോയി? എവിടെ പോയി? അതെനിക്കറിയില്ല. എനിക്കറിയണം. കടലില്ലാതെയാണ് ഇവിടെ കുക്കർ വെച്ചത്. മൃതയുടെ ഒരു അവസ്ഥയാണ് അത്. കടലയ്ക്ക് വേണ്ടി അത് പറയുന്ന ആ നായകന്റെ അവസ്ഥ അങ്ങനെയെങ്കിൽ അത് മാറ്റേണ്ട കാര്യം എന്താ? ഒരു കടലയ്ക്ക് നമ്മളിത് അന്ന് എടുത്തു പോയപ്പോഴൊന്നും ശ്രദ്ധിച്ചില്ല. ഇപ്പൊ കാണുമ്പോ സാറിന് കാരണം കടലാണ് പ്രധാന വിഷയം. കടലയാണ്. അമ്മേ, ഞങ്ങൾ ഒരുമിച്ച് ആഹാരം കഴിച്ച ആകാശം ഇടിഞ്ഞു വീഴുവോ? ഈ ബീജം ഭയങ്കര ഇതിനെ വെച്ചിട്ട് ഒരു റീൽസിന്റെ കുറെ ഇത് തന്നെ ഉണ്ടായിരുന്നു. അതായത് ഇത് വെച്ചിട്ട് ഡാൻസ് കളിക്കുന്നു, പല റീൽസിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഈ ബീജം യൂസ് ചെയ്യുന്നു. അത് എങ്ങനെ സാർ? ഇതൊരു ടെമ്പോയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ ഒരു നമുക്കൊരു മൊണോട്ടോണസ് തോന്നാതിരിക്കാൻ വേണ്ടി ഇപ്പൊ ചാനൽ സ്കിപ്പ് ചെയ്ത് അടുത്ത ചാനലിലേക്ക് പോയാൽ ഇതൊരു പതിഞ്ഞ രീതിയിലാണ് ഈ സംഭവം പോയിരുന്നെങ്കിൽ നോട്ടീസ് ചെയ്യില്ല. പാമ്പിന്റെ ഒരു സീൻ ഉണ്ടായിരുന്നില്ലേ? അത് നമ്മൾ ഭയങ്കര റിസ്ക് എടുത്ത് ഷൂട്ട് ചെയ്ത ഒറിജിനൽ പാമ്പിനെ വെച്ചാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയ്ക്കകത്താണ്. അപ്പൊ സാധാരണ നമ്മൾ ഈ പാമ്പിനെ യൂസ് ചെയ്യുമ്പോ ശരിക്കും അതിന് വിഷപ്പല്ലിളക്കും എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും അങ്ങനെയല്ല. അതിന് ഈ വാ തുറക്കാൻ കഴിയാത്ത രീതിയിൽ അവർ ഇവിടെ ഒരു സ്റ്റിച്ച് ഇടും. വിഷപ്പല്ല അതുപോലെ തന്നെ ഉണ്ടാവും. ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്ന സീരിയലിലെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് ഒരു ക്യാരക്ടർ അവതരിപ്പിച്ച ആളാണ് ശരത് കുമാർ എന്ന് പറയുന്നത്. നമ്മുടെ ആ ഗ്രൂപ്പിൽ ഏറ്റവും ചെറിയ, അവര് കുറച്ച് ഹൈറ്റും വെയിറ്റ് ഒക്കെ ഉണ്ടെങ്കിലും ഏറ്റവും ചെറിയൊരു കുഞ്ഞനായിരുന്നു ശരിക്കും ശരത്. ഇപ്പൊ അവന് ആ സമയത്ത് 10ാം ക്ലാസ്സിലോ കണ്ടാണ്. അപ്പൊ അവിടെ ഏത് ബൈക്ക് കൊണ്ട് വെച്ചാൽ അവൻ ഓടിപ്പോയി അതെടുക്കും, അതെടുത്ത് ഓടിക്കും, ഗ്രൗണ്ടിൽ മറിഞ്ഞു വീഴും. അങ്ങനെ ഒരു കഥാപാത്രമായിരുന്നു. നമ്മൾ കൊണ്ടുവന്ന ഒരു പയ്യൻ എന്നുള്ള ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഭയങ്കരമായിട്ട് വേദന തോന്നിയ ഒരു സംഭവം. ചന്ദനമഴ സീരിയലിനകത്തെ ദേശായി ഫാമിലി വലിയ കമ്പനി നടത്തുന്നു. പക്ഷെ ആ കമ്പനി എന്താണെന്നുള്ളത് എനിക്ക് സംവിധായകന് പോലും അറിയില്ല. പുള്ളി തമിഴിലെ ഒരു പേര് ചോദിച്ചു, എന്നാ സാർ എന്നാ സാർ അമ്മ ബിസിനസ്? പപ്പട കമ്പനിയാണ്, ദേശായി പപ്പടം. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. പറയാൻ ഏറെ ഉള്ളപ്പോൾ അറിയാൻ ഏറെ ഇമ്പം. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറയിൽ ഇന്ന് എൻ്റെ കൂടെ ഉള്ള ഒരു സെലിബ്രിറ്റി എന്ന് പറയണത്, സീരിയൽ എന്നുള്ള ഒരു വേർഡ് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പോടി വരുന്ന ഒരൊറ്റ സീരിയലേ ഉള്ളൂ, ചന്ദനമഴ. സോ ചന്ദനമഴ സീരിയലിന്റെ ഡയറക്ടറാണ് സുജിത് സുന്ദർ. ഹായ് സർ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പൊ ആദ്യം തന്നെ ഞാൻ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ബിഹാഫിൽ ഒരു താങ്ക്സ് പറയാണ്. എന്തിനാന്ന് സാറിന് ഊഹിക്കാൻ പറ്റും? അത് ഞാൻ ചെക്ക് ചെയ്തപ്പോ സാറിന്റെ ജസ്റ്റ് നമ്മളിങ്ങനെ റെഫറൻസിന് വേണ്ടി ചെക്ക് ചെയ്തപ്പോ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് സാർ ഒരു ഇന്റർവ്യൂ ഇത്ര ഒഫീഷ്യലായിട്ട് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അത്ര എന്താ പറയാ നോട്ടബിൾ ആയിട്ട് ഒരു ഇന്റർവ്യൂ സാർ ഇതിനു മുന്നേ കൊടുത്തിട്ടുണ്ടോ? അപ്പൊ ആ ഒരു ഇതില് ഞാൻ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ബിഹാഫിൽ ആദ്യം തന്നെ ഒരു താങ്ക്സ് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ആൻഡ് ദെൻ ചന്ദനമഴ, അതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ സാർ കാണാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ കത്സും വൈറലായിട്ട് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നപ്പോ ഒന്ന് ഞെട്ടി. ഞാൻ റെഫർ ചെയ്ത് വെച്ച സാറിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെയല്ല ഇവിടെ വന്നപ്പോ. സാറിന് ഒരു മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് അധികം ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു. ആണോ? ബേസിക് ഞാനൊരു മ്യൂസീഷ്യൻ ആവാൻ വേണ്ടിയാണ് ആദ്യമായിട്ട് ചെന്നൈയിലേക്ക് പോകുന്നത്, രവീന്ദ്ര മാസ്റ്ററുടെ അസിസ്റ്റന്റ് ആവാൻ വേണ്ടി. അതിനുശേഷമാണ് സിനിമയിലേക്ക് സിനിമ മോഹമായിട്ട് സംവിധാനത്തിലേക്ക് വരുന്നത്. അപ്പം ഈ മ്യൂസിക്കൽ ജേർണിയിൽ സാറിന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മെമ്മറി ഉണ്ടോ സാറിന്റെ എന്തെങ്കിലും? ഞാൻ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് വായിക്കും, എല്ലാ ഇൻസ്ട്രുമെന്റ്സും വായിക്കും. പിന്നെ ആദ്യം ഗാനമേള ട്രൂപ്പിലായിരുന്നു. ഒരുപാട് വലിയ വലിയ ആൾക്കാരുടെ ഗാനമേള ട്രൂപ്പിൽ ഞാൻ ഇൻസ്ട്രുമെന്റ്സ് വായിച്ചിട്ടുണ്ട്. പാടോ?
അത് കുറച്ചൊക്കെ അപ്പൊ ചെറുതായിട്ട് നമുക്ക് വേണ്ടി ഒരു പാട്ട് ഉണ്ടാവും എന്തായാലും. പാടാം. എന്തായാലും തീരുന്നതിന് മുന്നേ നമുക്ക് ഇന്റർവ്യൂ പാടും. തീരുന്നതിന് മുന്നേ ഓക്കെ. നമുക്കൊരു അപ്പൊ അതാണ് സാറിന്റെ ഒരു മാപ്പ്. അതാണ് എനിക്ക് തോന്നുന്നു ഞാൻ നോട്ടീസ് ചെയ്തതില് എനിക്കൊരു പെക്യുലർ ആയിട്ട് തോന്നിയത്. കാരണം അധികം ആർക്കും അറിയില്ല സാറിന് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലാണല്ലോ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു 2014 നമ്മള് ചന്ദനമഴ എന്ന് പറയുന്ന സീരിയല് തുടങ്ങുന്നത് അല്ലെ, ആ ഒരു വർഷത്തിലാണ്. അപ്പൊ സാറിന് പെട്ടെന്ന് ചന്ദനമഴ എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഫസ്റ്റ് സാറിന്റെ മൈൻഡിലേക്ക് വരുന്ന ഒരു മെമ്മറി എന്തായിരിക്കും? ചന്ദ്രമഴ എന്ന് കേൾക്കുമ്പോൾ ആദ്യം വരുന്നത് നമ്മുടെ ആ ആർട്ടിസ്റ്റിന്റെ ഒരു കാസ്റ്റിംഗ് തന്നെയാണ്. ആ ഒരു വലിയ കുടുംബം പോലെയായിരുന്നു ആ ഒരു ടോട്ടൽ ഷൂട്ടിങ്ങും ഷൂട്ടിംഗ് ഡേയ്സും ഒക്കെ ഒരു 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 കുടുംബം പോലെ, ഒരു കുടുംബത്തിൽ ഒരു സെലിബ്രേഷൻ നടക്കുമ്പോൾ എങ്ങനെയായിരിക്കും അതുപോലെയായിരുന്നു എൻ്റെ ഫുൾ ഷൂട്ടും അങ്ങനെയായിരുന്നു. പിന്നെ എല്ലാവരും കാസ്റ്റിംഗും ഭയങ്കര പെക്യുലർ. അതെ അതെ അതെ. അതിനകത്ത് ഏറ്റവും നല്ല മുതിർന്ന ആളെന്ന് പറയുന്നത് നമ്മുടെ ഓമനാമയാണ്. ഒരുപാട് സിനിമകളിൽ നസീർ സാറിന്റെ കൂടെയും സത്യസാറിന്റെ ഒക്കെ അമ്മയായിട്ടും ഭാര്യയായിട്ടൊക്കെ അഭിനയിച്ച ഓമനമ്മയാണ് ഇതിനകത്തൊരു മുത്തശ്ശിയായിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ നമുക്ക് ശരിക്കും നമ്മുടെ ഒരു മുത്തശ്ശിയെ പോലെയാണ് നമ്മൾ രാവിലെ ഷൂട്ടിങ്ങിന് വരുമ്പോൾ ആദ്യം കണ്ടിട്ട് ആ അമ്മ എന്തുണ്ട് വിശേഷം, അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ ഈ BP-യുടെ ഒക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മൾ BP-യുടെ മരുന്ന് കഴിച്ചോ, ഇല്ല മക്കളെ രാവിലെ ഷൂട്ടുണ്ടോ, ഫസ്റ്റ് എനിക്കാണോ വെച്ചിരിക്കുന്നത് നോക്കിയോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് അമ്മയ്ക്കല്ല, ആദ്യം ഒരു സീൻ കഴിഞ്ഞിട്ടാണ് അമ്മയ്ക്ക്. അപ്പം അമ്മ ഭക്ഷണമൊക്കെ കഴിച്ചു ഗുളികയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു ഹോംലി അറ്റ്മോസ്ഫിയറിലായിരുന്നു. അതെ അതെ, എൻ്റെ എല്ലാ ഷൂട്ടിങ്ങും അങ്ങനെയാണ്. നമ്മൾ എല്ലാവരുമായിട്ടും വളരെ അടുത്ത് ഇടപഴകി പോകുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഷൂട്ടിലായിരിക്കും. ഓട്ടോഗ്രാഫ് എന്നൊരു സീനിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതും ഇതുപോലെ കുറെ യങ്സ്റ്റേഴ്സ് ആണല്ലോ, എല്ലാം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആയിരുന്നു. അപ്പൊ അവരെയൊക്കെ ഞാനൊരു അധ്യാപകനെ പോലെ ഇങ്ങനെ ട്രീറ്റ് ചെയ്ത് കൊണ്ടു നടക്കുക എന്നുള്ളൊരു ഇതായിരുന്നു. അതെ അതെ. അപ്പൊ സ്കൂളിൽ തന്നെയാണ് ഷൂട്ട്. അപ്പൊ അതും ഒരു വേറിട്ട അനുഭവമായിരുന്നു. ഒരുപാട് എപ്പിസോഡുകൾ പോയ അന്ന് ഞാൻ കൊണ്ടുവന്ന ആർട്ടിസ്റ്റുകൾ തന്നെയാണ് ഇപ്പം മലയാള സീരിയൽ രംഗത്ത് ഒരുപാട് ഉള്ളത്. ഓട്ടോഗ്രാഫ് എന്ന് പറഞ്ഞോണ്ട് അതില് ശാലിൻ സോയൊക്കെ ഇപ്പൊ മൂവിയിൽ വന്ന് ശാലിനന്ന് 8ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്താണ് വരുന്നത്. അപ്പൊ ചന്ദനമഴയുടെ ഫാമിലിനെ പറ്റി പറഞ്ഞപ്പം ആ ഫാമിലിക്ക് ഒരു ഫേമസ് പേരുണ്ട്, ദേശായി കുടുംബം എന്ന് പറഞ്ഞിട്ടല്ലേ അറിയുന്നത്. എങ്ങനെയാ ഒരു പേരിലേക്ക് എത്തിയത്? ശരിക്കും ഇതൊരു അഡോപ്റ്റഡ് സ്റ്റോറി ആണല്ലോ. ശരിക്കും ഇത് ഹിന്ദിയിലൊക്കെ ഒരു 7 ഇയേഴ്സ് പോയ എപ്പിസോഡുകൾ പോയ കണ്ടന്റ് ആണ് നമ്മൾ ഇങ്ങോട്ട് അഡോപ്റ്റ് ചെയ്ത് മലയാളീകരിച്ചത്. നമ്മളിവിടെ 5 വർഷം പോയി, അവിടെ ഒരു 7 വർഷത്തിന് പുറത്ത് ഒരേ സീരിയൽ തന്നെ അത്രയും അതിൻ്റെ ഒരു മാറ്റ് കുറയാത്ത രീതിയിൽ വളരെ നല്ല രീതിയിൽ അവർ കൊണ്ടുപോയി. അമൃത എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ശരിക്കും എങ്ങനെയായിരുന്നു അതിന്റെ ഒരു, കാരണം നമുക്ക് കിട്ടിയ ഒരു ഇമേജ് എന്നിട്ട് ആദ്യത്തെ കുറച്ച് സീൻസിലെല്ലാം അർജുൻ എന്ന് പറയുന്ന ഹസ്ബൻഡിന്റെ ക്യാരക്ടറിന്റെ ലാപ്ടോപ്പ് എടുത്ത് കഴുകുക, അങ്ങനത്തെ കുറച്ച് സീൻസ് ഒക്കെ ഭയങ്കര വൈറലായിട്ട് ഒരു ലേഡി ആയതുകൊണ്ട്, പെൺകുട്ടി ആയതുകൊണ്ട് അവർക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പരിജ്ഞാനം കുറവാണല്ലോ. എല്ലാം കഴുകി വൃത്തിയാക്കി ഹസ്ബൻഡിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ വയ്ക്കുക എന്നുള്ളതാണ് അവൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ലാപ്ടോപ്പും കഴുകി വൃത്തിയാക്കി വെച്ചാൽ എന്താ പ്രശ്നം എന്നുള്ളതാണ്. അതിന്റെ സാങ്കേതിക വശങ്ങളെ കുറിച്ചൊന്നും ആ ക്യാരക്ടറിന് അറിയില്ല. അതെ, പക്ഷെ അമൃത എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മൾ പറയുന്ന പോലെ ഈ റീൽസിലൊക്കെ കാണുന്ന പോലെ ലാപ്ടോപ്പ് കഴുകുന്ന ഒരു മണ്ടി കുട്ടിയായിട്ട്, പക്ഷെ അതേസമയം ആ കുട്ടീനെ തന്നെ നമ്മളിങ്ങനെ IAS വേണ്ടിയിട്ട് ആ ഫാമിലിയിലുള്ളവർ ഒരു പുഷ് ചെയ്യുന്ന സീനും. അപ്പൊ അതൊക്കെ കുറെ ട്രോൾസ് വന്നായിരുന്നു, ലാപ്ടോപ്പ് കഴുകുന്ന കുട്ടീനെയാണോ IAS വിടണേന്നുള്ള രീതിയിൽ. അപ്പൊ അന്ന് അമൃത എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്യുമ്പോൾ സാറിന്റെ മനസ്സിലായി അതെങ്ങനെ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യണം. ഇതേ അമൃത എന്ന് പറയുന്ന കഥാപാത്രം ശരിക്കും ഒരു സാധാരണ നാട്ടുമ്പുറത്തുനിന്ന് ഒരു സാധാരണ വിദ്യാഭ്യാസമുണ്ട്, ഒരു 10th വരെയൊക്കെ പഠിച്ചിട്ട് ഒരു വലിയ കുടുംബത്തിലേക്ക് ആ വീട്ടിലെ എക്യുപ്മെന്റ്സുകൾ തന്നെ നമ്മളിപ്പം സാധാരണ നമ്മൾ ചെറിയ കുടുംബത്തിലൊന്നും കാണാത്ത തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള സാധനങ്ങളും സജ്ജീകരണങ്ങളും ഉള്ള ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഇത് എല്ലായിടത്തും വൃത്തിയാക്കി വയ്ക്കുക. അതുപോലൊരു സാധനം ലാപ്ടോപ്പ്, ഭർത്താവ് എന്നും ഓഫീസിൽ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന സാധനം, അത് വൃത്തിയാക്കി വെക്കുന്നതിൽ എന്താ തെറ്റെന്നുള്ള രീതിയിൽ അതും എടുത്ത് വാഷ് ചെയ്ത് അയ്യയിൽ തൂക്കുന്നൊരു മണ്ടിയായിട്ടുള്ള കഥാപാത്രം. പിന്നെ ഗ്രാജുവലി അവിടെ നിന്നുകൊണ്ട് അവള് അതിനെക്കുറിച്ച് അമ്മായിയമ്മയുടെ ഒരു സപ്പോർട്ടോടു കൂടി അവള് ഇതെല്ലാം പഠിക്കുന്നു. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കാൻ അവരെ സഹായിക്കുന്നു. അങ്ങനെയാണ് ആ ഒരു മുന്നോട്ടുള്ള പോക്കിലേക്കൊക്കെ പോകുന്നത്. അതുപോലെ ഒരു സീൻ, മറ്റേ പാമ്പിന്റെ ഒരു സീൻ ഉണ്ടായിരുന്നില്ലേ? അത് നമ്മൾ ഭയങ്കര റിസ്ക് എടുത്ത് ഷൂട്ട് ചെയ്ത ഒറിജിനൽ പാമ്പിനെ വെച്ചാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയ്ക്കകത്താണ്. അപ്പൊ സാധാരണ നമ്മൾ ഈ പാമ്പിനെ യൂസ് ചെയ്യുമ്പോൾ ശരിക്കും അതിന് വിഷപ്പല്ലിളക്കും എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും അങ്ങനെയല്ല.
അതിന് ഈ വാ തുറക്കാൻ കഴിയാത്ത രീതിയിൽ അവർ ഇവിടെ ഒരു സ്റ്റിച്ച് ഇടും. ഓ വിഷപ്പല്ല അതുപോലെ തന്നെ ഉണ്ടാവും. ഓ പക്ഷെ അത് വാ തുറന്ന് കടിച്ചാൽ വിഷം നമ്മുടെ ഉള്ളിൽ വരും. അയ്യോ. അപ്പൊ അങ്ങനെ ഒരു ആ സിറ്റുവേഷനിൽ നമ്മൾ ഒരു സ്റ്റിച്ച് ഉണ്ടായിരുന്നു, പാമ്പിനെ എടുക്കുന്ന സീൻ. അപ്പം ഉണ്ട്. അതൊക്കെ ഭയങ്കര ഈ മേഘന എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് artist ആണ്. അവരതിനെ പോയി എടുക്കുകയും കൈമാറുന്ന സംഭവങ്ങളും കൊണ്ടുമാറ്റുന്ന സംഭവങ്ങളൊക്കെ ചെയ്തു. പക്ഷെ ഒരു സമയത്ത് ഇത് ഈ പാമ്പിന് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുമല്ലോ, അത് ഈ തണുപ്പത്ത് ജീവിക്കുന്ന ജീവിയല്ലേ. ഈ ചൂടൊക്കെ അടിച്ചിട്ട് അതിങ്ങനെ കടിക്കാനായിട്ട് ഇങ്ങനെ വാ ഇങ്ങനെ തുറന്നപ്പോൾ ഈ സ്റ്റിച്ച് പൊട്ടിയിട്ട് അവരെ നേർക്ക് ഇങ്ങനെ വന്നു. അപ്പൊ നമ്മുടെ ആർട്ടിലുണ്ടായിരുന്ന ഒരു അസോസിയേറ്റ് ആർട്ട് ഡയറക്ടർ മഹേഷ് അതിനെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ മേടിച്ച് കൊണ്ടങ്ങ് പോയി. അല്ലെങ്കിൽ ശരിക്കും അന്ന് ആ കുട്ടിക്ക് ഇത് അതിന്റെ കിട്ടിയാലേ. കുത്ത് കിട്ടിയാണ്. ഭയങ്കര റിസ്കി അതെ, ആയിട്ടാണ്. പക്ഷെ സാധാരണ പാമ്പിനെ ഷൂട്ട് ചെയ്യുന്ന ഇപ്പൊ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പാടില്ലല്ലോ. പക്ഷെ അന്ന് നമ്മൾ റിസ്ക് എടുത്ത് പാമ്പിനെ വെച്ച് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. പക്ഷെ അതൊക്കെ ഒരു പേടിയില്ലാതെ ആ കൊച്ച് അതൊക്കെ ചെയ്തു കേട്ടോ. പക്ഷെ അതുകൊണ്ട് അന്നത്തെ റേറ്റിംഗിൽ ഭയങ്കര റേറ്റിംഗ് ആയിരുന്നു ആ ഒരു സിറ്റുവേഷൻ. അതുപോലെ റിസ്ക് എടുത്ത് ചെയ്ത ഏതെങ്കിലും വേറെ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ നമ്മൾ സെയിം ഈ സീരിയലിൽ തന്നെ? അങ്ങനെ വലിയ മല കയറാൻ പോകുന്ന സംഭവങ്ങളും അതിൽ നിന്ന് ചാടുന്ന സാധനങ്ങളും ഉരുണ്ട് വീഴുന്നതും ഒക്കെ നമുക്കിപ്പോ സീരിയലിനെ സംബന്ധിച്ച് സിനിമയെ പോലുള്ള ഫെസിലിറ്റീസ് ഒന്നുമില്ലല്ലോ. ഫൈറ്റ് മാസ്റ്ററോ അല്ലെങ്കിൽ ഇൻവിസിബിൾ റോപ്പോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ കുറച്ചൊക്കെ അവർ റിസ്ക് എടുത്ത് വീഴേണ്ടിയൊക്കെ വരും. അതൊക്കെ അവർ റിയൽ ആയിട്ട് ചെയ്തു. വീഴുകയും ഉരുണ്ടു പോവുകയും കയ്യും കാലൊക്കെ മുറിയുകയൊക്കെ ചെയ്യും. അപ്പൊ അതൊക്കെ അവർ കുറേയൊക്കെ നമ്മൾ റിസ്ക് എടുത്ത് വേണം ഈ ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യാൻ. കാരണം നമുക്ക് ഇതിനകത്ത് ഫെസിലിറ്റീസ് വളരെ കുറവാണ്. പിന്നെ നമ്മൾ സിനിമ പോലെ വലിയ ഇതിൽ കാണിക്കുന്നത് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ എല്ലാവരും ശ്രമിക്കും. അപ്പൊ കൂട്ടായ ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് കുറേയൊക്കെ ഇപ്പൊ പിന്നെ അതൊക്കെ മാറി കേട്ടോ. ഇപ്പൊ സീരിയലിനെ സംബന്ധിച്ച് സിനിമയ്ക്ക് കൊടുക്കുന്ന സെയിം ഫെസിലിറ്റീസ് പ്രൊഡ്യൂസേഴ്സ് കൊടുക്കുന്നുണ്ട്. ചാനലും ഇന്ന കാര്യങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടുന്നത് കൊണ്ട് അതൊക്കെ നമുക്കിപ്പം എല്ലായിടത്തും കിട്ടും. എല്ലാ സംവിധാനവും കിട്ടും. എല്ലായിടത്തും അവൈലബിൾ ആണ്. അതിന്റെ ഒരു ശരിക്കും നമ്മള് മൂവീസിൽ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവീസാണ് പാട്രിയോട്ട്, അതുപോലെ വാഴ 2. അപ്പൊ ഇത്തരം മൂവീസിന്റെ ഡയറക്ടേഴ്സിന് മൂവി ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു പ്രൊമിനന്റ് നെയിം അത് ഓഡിയൻസിലേക്കും ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ അവരുടെ ഇന്റർവ്യൂസ് ആയിട്ടും അങ്ങനെയൊക്കെ വന്നിട്ട്. പക്ഷെ സീരിയൽ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ സീരിയൽ ക്രൂ മെമ്പേഴ്സ് ഒക്കെ ഇന്റർവ്യൂ കൊടുക്കുന്നത് കുറച്ച് എനിക്ക് തോന്നുന്നു കുറവ്, അല്ലെങ്കിൽ സീരിയൽ ഡയറക്ടേഴ്സിന്റെ പേര് കുറച്ചും കൂടെ ഓഡിയൻസിലേക്ക് ഇറങ്ങാനുണ്ട് എന്ന് സാറിന് തോന്നുന്നുണ്ടോ? അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പൊ കുറച്ച് ഒരു 5 വർഷമായിട്ട്, അതിനൊക്കെ മുന്നേ നമ്മൾ ഏതൊരു സീരിയൽ ചെയ്താലും അതിന്റെ ഡയറക്ടറെ കുറിച്ച് ഭയങ്കരമായിട്ട് എല്ലാവരും ആലോചിക്കും. ഇത് ആരാ ചെയ്തത്. പണ്ട് കെ രാജീവ് സീരിയൽ എന്ന് പറഞ്ഞാൽ അറിയാം, കെ രാജീവിന്റെ സീരിയൽ അങ്ങനെയായിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ ഡയറക്ടർ സുശീന്ദ്രാണ്. അത് നമ്മളിന്ന് എക്സ്പെക്ട് ചെയ്യുന്നൊരു സാധനം ഉണ്ടാവും. കൂടുതലും നമ്മളിപ്പോ ഈ യങ്സ്റ്റേഴ്സിന്റെ സാധനങ്ങൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഫോട്ടോഗ്രാഫ് അങ്ങനെയൊക്കെ ആയിരിക്കും ആലോചിക്കുന്നത്. പക്ഷെ ചന്ദനമഴയ്ക്ക് ശേഷം നമ്മൾ ഫാമിലി കണ്ടന്റ് ഉള്ള സീരിയൽസും ചെയ്യുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അങ്ങനെ അപ്പം സാറിന്റെ കുറെ വർക്ക്സ് ഉണ്ടല്ലോ. ഫോട്ടോഗ്രാഫിന്റെ പറഞ്ഞു, റീസെന്റ് ചെയ്തത് കാതോട് കാതോരമല്ലേ? മാംഗല്യം, കേരളത്തിലെ മാംഗല്യം. അപ്പം ഇത്രയും നമ്മള് സീരിയൽസ് ചെയ്തല്ലോ. ഇതിൽ ഏതെങ്കിലും ഒരു സീരിയല് സാറിന് ഇപ്പം നമ്മൾ OTT ഒരു സീരീസ് ആയിട്ട് ഇറക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും? അങ്ങനെ ഫോട്ടോഗ്രാഫ് ആയിരിക്കും. ആണോ? അതെന്താ? അല്ല, അതിനകത്ത് ഒരുപാട് നമുക്ക് ഇപ്പോഴും പണ്ടും ഇപ്പോഴും സ്കൂളുണ്ടല്ലോ. അന്നത്തെ സ്കൂളിൽ പഠിച്ച ആൾക്കാർ ഇന്ന് അധ്യാപകരായിരിക്കാം, അല്ലെങ്കിൽ പാരന്റ് ആയിരിക്കാം, അപ്പൂപ്പനായിരിക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് പുതിയ കണ്ടന്റ് ഉണ്ടാക്കാൻ എപ്പോഴും പുതിയ കഥകളും കാര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ സ്കൂൾ തലത്തിലുള്ള സംഭവം. അതുപോലെ തന്നെ കുട്ടികളുടെ ഉള്ള ആറ്റിറ്റ്യൂഡ്. ഇപ്പൊ പണ്ട് ഞാൻ പന്ത് കളിച്ച് നടന്ന സമയത്തുള്ളത് പോലെ അല്ല ഇപ്പൊ പന്തല്ലല്ലോ കുട്ടികൾ കളിക്കുന്നത്. അവര് വേറെ പല ക്രിക്കറ്റും അങ്ങനെയുള്ള സാധനങ്ങളും അതിന്റെ പുറകെ. അപ്പൊ പണ്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. ഇപ്പൊ എല്ലാവരും ഫോണിലാണ് അല്ലെങ്കിൽ യൂട്യൂബിലാണ്. പണ്ട് നമ്മൾ അങ്ങനെയല്ല. പണ്ട് വർഷത്തിലൊരിക്കലൊരു സിനിമ, അത് ഓണത്തിനും ക്രിസ്മസിനൊക്കെയാണ് സിനിമ കാണാൻ നോക്കുന്നത്. TV ഒന്നും സജീവമല്ല. മാത്രമല്ല അന്ന് എന്റെയൊന്നും കാലഘട്ടത്തിൽ ഈ 90s ഫോൺ പോലും ഇല്ല. എനിക്ക് തോന്നുന്നു ഞാൻ സിനിമയിലൊക്കെ വന്ന് 96 ഫോൺ ആദ്യമായിട്ട് വരുന്നത്.
മൊബൈലിൽ ആദ്യമായിട്ട് വരുന്നത് 96-ലാണ്. പ്രധാനപ്പെട്ട ഒരുപാട് ചേഞ്ചസുകൾ ഉണ്ടായത് ഞങ്ങളുടെ കാലഘട്ടത്തിലാണ്. ഇപ്പം എൻ്റെയൊക്കെ കാലഘട്ടത്തിലാണ് അത്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഞാൻ ഒരു OTT-യിൽ അങ്ങനെ ഒരു സാധനം വരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ ഓട്ടോഗ്രാഫ് ആയിരിക്കും. യങ്സ്റ്റേഴ്സിന്റെ കഥ അതായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അതിപ്പോ സാറിന്റെ ഓട്ടോഗ്രാഫ് എന്ന് പറയുന്ന സീരിയല് ഇപ്പൊ ശരിക്കും നമ്മൾ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു 2009-ലാണ് അത് റിലീസ് ചെയ്തെങ്കിലും ആ ഒരു സമയത്ത് +1 +2 കാലഘട്ടത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അതിലൊരു ഗ്യാങ് നെയിം ഒക്കെ ഉണ്ടായിരുന്നു സാർ, ഓർക്കുണ്ടോ? 5 ഫിംഗേഴ്സ്. അപ്പൊ ഇന്നിപ്പം ഇങ്ങനത്തെ ഒരു മൂവി, അതായത് വാഴ 2 എന്ന് പറയുന്ന ഒരു മൂവിയോട് റെഫർ ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്നത് അന്ന് നമ്മളെ കാലത്ത് ഓട്ടോഗ്രാഫ് എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ ഉണ്ടായിരുന്നു. അത് ഏകദേശം ഇത് അന്നേ +1 +2 കാലഘട്ടത്തിലെ കുട്ടികളെ പോർട്രേ ചെയ്തിട്ടാണല്ലോ. അപ്പൊ ഇന്നിപ്പം ഇത്രയും ഇതായിട്ട് നിൽക്കുമ്പോൾ സാറിന് തോന്നുന്നുണ്ടോ അന്ന് കാലത്ത് ഇറങ്ങിയത് ഇപ്പം ഇറങ്ങിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു അല്ല അങ്ങനെയല്ല. അത് നമ്മുടെ ആ സീരിയൽ വന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സീരിയൽസ് പിന്നെയും വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ടീനേജിന്റെ കഥ പറയുന്ന, പക്ഷെ പലതും അത് കുറേ എപ്പിസോഡുകൾ പോയാൽ അതിനകത്ത് കാണിക്കാനുള്ള മാക്സിമം കാര്യങ്ങൾ നമ്മൾ ഒക്കെ ചെയ്തതുകൊണ്ട് പിന്നെ വന്ന പ്രൊജക്റ്റുകളൊന്നും അങ്ങനെ ഒരു സക്സസ് ആയിട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഇപ്പൊ വാഴ 2 എന്ന് പറഞ്ഞ സാധനം ഇത്രയും ഹിറ്റ് ആവാൻ കാരണം ഈ യങ്സ്റ്റേഴ്സിന് അല്ലെങ്കിൽ ടീനേജേഴ്സിന്റെ കഥ പറഞ്ഞത് കൊണ്ട് തന്നെയാണ്. അപ്പൊ ഒരു കുറേ കഥകൾ വരുന്നതിന്റെ കൂട്ടത്തിൽ ഒരു പുതുമയായ ഒരു സാധനം വരുമ്പോൾ ശ്രദ്ധിക്കപ്പെടും എന്നുള്ളതാണ്. സീരിയൽസിലും അതുപോലെ ടീനേജേഴ്സിന്റെ കഥ എപ്പോഴും അതിനൊരു സാധ്യതയുള്ള സ്ഥലമാണ് ടീനേജേഴ്സിന്റെ കഥ പറയാൻ വേണ്ടി. കാരണം അവർക്ക് മുന്നോട്ട് ഒരുപാട് യാത്ര ചെയ്യാനുണ്ടല്ലോ. അപ്പൊ നമുക്ക് ആ യാത്ര എങ്ങനെ വേണോ കൊണ്ടുപോകാനൊക്കെ, മുന്നോട്ടുള്ള നല്ലതും ചീത്തയായിട്ടുള്ള എന്തും നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാനൊക്കും. അപ്പൊ അത് എപ്പോഴും ഒരു സാധ്യതയുള്ള ഒരു സംവിധാനം തന്നെയാണ്. നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അല്ല, പാർട്ട് 2 അങ്ങനെ ഒരു തീമില് വരണത് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതുപോലെ ഈ ഓട്ടോഗ്രാഫിന്റെ തന്നെ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അതിന്റെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട് ഫേസ്ബുക്കിൽ. ഓട്ടോഗ്രാഫിന്റെ ഓഡിയൻസിന്റെ ഒരു ഗ്രൂപ്പ്. അവര് പലപ്പോഴും എന്നോട് ഒക്കെ സംസാരിക്കുമ്പോ ഇങ്ങനെ SMS അയക്കാറുണ്ട്, അതിനെ കുറിച്ച് പിന്നെ പുതിയൊരു സാധനം ആലോചിക്കാനൊക്കെ പോകുന്നത്. അതിന് ഇനിയും സാധ്യതയുള്ള സാധനങ്ങളാണ്. അതില് ഒരു പയ്യൻ മരിച്ചുപോയി അതിനകത്തുള്ള ഒരു ശരത്ത് എന്ന് പറഞ്ഞൊരു പയ്യൻ. പക്ഷെ ബാക്കിയുള്ളവരെ വെച്ച് അതിന്റെ ഒരു കണ്ടിന്യൂഷനൊക്കെ ആലോചിക്കാന്നുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു സാധനം നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഈ ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞപ്പോ നമുക്ക് ഇൻസ്റ്റാഗ്രാമില് ചന്ദനമഴ സീരിയലിന്റെ ഗ്രൂപ്പുകളിലുള്ളത് സാറിന് ദേശായി യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ഉണ്ട്. അതുപോലെ മായാവതിക്ക് ഇൻസ്റ്റാഗ്രാം ഒരു ഹാൻഡിൽ തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അത് ഭയങ്കര സീരിയസ് ആയിട്ടാണ് പോകുന്നത്. ഇപ്പൊ നമ്മളെന്ത് വീഡിയോ നമ്മളിടുന്ന റീലുകളുടെ അടിയിലൊക്കെ വന്നിട്ട് ഈ മായാവതി എന്ന് പറയുന്ന പേജിന്റെ അടി വന്നിട്ട് നമ്മൾ കമന്റ് ചെയ്യുന്നുണ്ട്. അത്രയും ലൈവായിട്ട് ശരിക്കും റിയൽ ലൈഫിൽ അങ്ങനെ ഒരു പേഴ്സൺ നിക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യും, റിയൽ ആയിട്ട് ഒരു അക്കൗണ്ട് എടുത്തിട്ട്. അപ്പം ഈ ക്യാരക്ടേഴ്സിന്റെ പേര് അല്ലെങ്കിൽ ഈ ക്യാരക്ടേഴ്സിന്റെ പോർട്രേയിങ് ഒക്കെ സാറിന് എവിടെന്നെങ്കിലും ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് എടുത്ത ഒരു ക്യാരക്ടർ? ശരിക്കും ഞാൻ പറഞ്ഞില്ല, ഇത് അഡോപ്റ്റഡ് സ്റ്റോറി ആണല്ലോ. വേറൊരു ഭാഷയിൽ വന്ന സാധനം നമ്മൾ ചെയ്തതാണ്. പക്ഷെ നമ്മൾ മലയാളത്തിലേക്ക് വന്നപ്പോൾ അതിനെ കുറിച്ച് കൂടുതലും മലയാളീകരിച്ച് നമ്മൾ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കും കുറച്ചുകൂടെ ഇത് ഇതായത്. നമ്മളിപ്പോ അവിടെയുള്ള സ്റ്റോറീസിന് ഏതെങ്കിലും ഒരു പേരിട്ട് ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഇതാവില്ല. പക്ഷെ ക്യാരക്ടറിന്റെ ഒരു വേ ഓഫ് റൂട്ട് മാത്രമാണ് അവിടെ എടുത്തിട്ടുള്ളത്. ബാക്കി എല്ലാം നമ്മൾ മലയാളീകരിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ സാറ് നേരത്തെ റെഫർ ചെയ്ത പോലെ നമ്മൾ ഓട്ടോഗ്രാഫ് എന്ന് പറയുന്ന സീരിയലിലെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് ഒരു ക്യാരക്ടർ അവതരിപ്പിച്ച ആളാണ് ശരത് കുമാർ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം 2015 ഒരു ആക്സിഡന്റിൽ നമ്മളെ വിട്ടു പോയപ്പം അദ്ദേഹമായിട്ടുള്ള ഒരു മെമ്മറി ഷെയർ ചെയ്യാമോ? ശരത്ത് നമ്മുടെ ആ ഗ്രൂപ്പിൽ ഏറ്റവും ചെറിയ, അവര് കുറച്ച് ഹൈറ്റും വെയിറ്റ് ഒക്കെ ഉണ്ടെങ്കിലും ഏറ്റവും ചെറിയൊരു കുഞ്ഞനായിരുന്നു ശരിക്കും ശരത്ത്. ഇപ്പം അവന് ആ സമയത്ത് 10ാം ക്ലാസ്സിലോ കണ്ടാണ്. അപ്പൊ അവിടെ ഏത് ബൈക്ക് കൊണ്ട് വെച്ചാൽ അവൻ ഓടിപ്പോയി അതെടുക്കും, അതെടുത്ത് ഓടിക്കും, ഗ്രൗണ്ടിൽ മറിഞ്ഞു വീഴും. അങ്ങനെ ഒരു കഥാപാത്രമായിരുന്നു ശരിക്കും. ഓട്ടോഗ്രാഫിന്റെ സമയത്തല്ല ശരത്ത് മരിച്ചു പോകുന്നത്. ചന്ദനമഴയിൽ അതുപോലൊരു വില്ലൻ, അതിനേക്കാൾ ശക്തമായൊരു വില്ലൻ വേഷം ചെയ്യാൻ വേണ്ടി വന്ന് ചന്ദനമഴയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ ആക്സിഡന്റ് ഉണ്ടാകുന്നത്. അതെ, നമ്മൾ കൊണ്ടുവന്ന ഒരു പയ്യൻ എന്നുള്ള ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഭയങ്കരമായിട്ട് വേദന തോന്നിയ ഒരു സംഭവമാണ്. കാരണം അത് കൂടെ അഭിനയിച്ച എല്ലാവർക്കും അതൊരു ഭയങ്കര ഒരു ഫീലായി മാറി. നമുക്കും അതൊരു ഭയങ്കര ഷോക്കായിരുന്നു. കാരണം ഇത്രയും ചെറിയ പ്രായത്തിൽ അത് നന്നായിട്ട് ഭയങ്കരമായിട്ട് ആലോചിച്ച് അഭിനയിക്കുന്ന ഒരാളാണ്. അപ്പൊ നമ്മള്
ശരത്തിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഭയങ്കര ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ശരിക്കും പ്രായത്തിലും വളരെ ചെറിയ കുഞ്ഞാണ്. അപ്പൊ അവന് ഞങ്ങളുടെ എല്ലാവരുടെ അടുത്തും ഒരു കുഞ്ഞന്റെ പരിവേഷമാണ്. അപ്പൊ അവൻ നമ്മളെ മിസ് ചെയ്ത് പോയപ്പോൾ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. മാത്രമല്ല ശരത്ത് മരിക്കുന്നത് ശരിക്കും ഫോട്ടോഗ്രാഫിന്റെ ഷൂട്ട് സമയത്തല്ല. ചന്ദനമഴയിൽ ഒരു വില്ലൻ വേഷം ചെയ്തു, ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു ഷൂട്ടിന് പോയപ്പോഴാണ് മരിച്ചു പോകുന്നത്. പക്ഷെ അപ്പോഴും ഈ പറയുന്ന ഫോട്ടോഗ്രാഫിലെ ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസും ഒക്കെ ആയിട്ടുള്ളൊരു സൗഹൃദം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഫീൽ ചെയ്തു. മാത്രമല്ല ഓട്ടോഗ്രാഫിൽ വർക്ക് ചെയ്ത ക്യാമറമാനും ആൾക്കാരും ഒക്കെ തന്നെയാണ് ചന്ദനമഴയിലും വർക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അടുപ്പമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഭയങ്കരമായിട്ട് അതൊരു കുറേ നാളത്തേക്ക് ഒരു ഭയങ്കര ഷോക്കായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കോ ആർട്ടിസ്റ്റുകൾക്കും. അതെ അതെ അതെ. ഇപ്പോ ചന്ദനമഴ സീരിയലിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പൊ അതിലെ ക്യാരക്ടേഴ്സില് എല്ലാ ക്യാരക്ടേഴ്സിനും അവരുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ട്. സാറിന്റെ റിയൽ ലൈഫില് ചന്ദനമഴയിലെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് വിചാരിക്കാം, പക്ഷെ ആ ക്യാരക്ടർ സാറിന് റിയൽ ലൈഫിൽ ഒട്ടും വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും? അങ്ങനെയല്ല, നമ്മളിപ്പോ സീരിയലിൽ നമ്മൾ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളൊന്നും റിയൽ ലൈഫിൽ വരാറില്ല. അങ്ങനത്തെ ഒരു വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കുകയും ചെയ്യും. കാരണം നമ്മളിപ്പോ ഒരു കഥയാണല്ലോ ചെയ്യുന്നത്. അങ്ങനെയൊന്നും മനുഷ്യനെ സ്വാധീനിക്കുന്ന കഥാപാത്രങ്ങളൊന്നുമില്ല. സിനിമകളും കാണുമ്പോൾ ചില ക്യാരക്ടേഴ്സിനെ നമുക്ക് ഇഷ്ടപ്പെടും. അത് നമ്മളിപ്പോ ഇത് ചെയ്യുന്ന ഒരാളായത് കൊണ്ട് അതിനെ അങ്ങ് പോവുമല്ലോ. അങ്ങനെ മനസ്സിൽ ഹോണ്ട് ചെയ്ത് നിൽക്കുന്ന ചില കഥാപാത്രങ്ങളൊന്നുമില്ല. അല്ല, നമ്മളിപ്പോ ഈ ക്യാരക്ടേഴ്സ് ഇപ്പൊ അമൃത എന്ന് പറഞ്ഞ ഒരു പാവം, ഇത് വർഷയും മായാവതി എന്ന് പറഞ്ഞ കുറച്ചൊരു നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള, അപ്പൊ അവര് ഇതിന്റെ ഇടയിൽ കൂടെ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കി രണ്ട് ഫാമിലിയുടെ. അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു പ്രധാന വിഷയമുള്ളത് ഇവരെന്നുള്ള റിയൽ കഥാപാത്രവും അതിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രവും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതൊന്നും റിലേറ്റഡ് ആവില്ല. അവര് അവതരിപ്പിക്കുന്നു, അത് മനോഹരമായി അവതരിപ്പിച്ചു, അത് അക്സെപ്റ്റൻസ് കിട്ടുന്നു, കഴിയുന്നു, പോകുന്നു. പക്ഷെ അത് അറിയാം, നമ്മൾ ഇത് കെട്ടുകഥകളാണല്ലോ ഇപ്പോൾ ജീവിതത്തിൽ. അതുപോലെ സംഭവിക്കുന്നില്ല, ഒരാളുടെ ജീവിതത്തിലും അതുപോലെ സംഭവിക്കില്ല. സീരിയലിൽ സംഭവിക്കുന്ന പോലെ, പക്ഷെ എക്സാജറേഷൻ സിനിമയിൽ സംഭവിക്കുന്ന പോലെ സംഭവിക്കില്ല. സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഞങ്ങളുടെ കണ്ണിൽപ്പെട്ട കുറച്ചൊരു കമന്റ്സ് 1-2 വായിക്കാം. അതുപോലെ ചന്ദനമഴയുടെ കുറച്ച് ഫേമസ് ആയിട്ട് നിൽക്കുന്ന റീൽസും കാണിക്കാം. അപ്പൊ സാറിന്റെ ജസ്റ്റ് ഒരു റിയാക്ഷൻ എന്താണെന്നുള്ളത് പറഞ്ഞാൽ മതി. ഈ കമന്റ്സ് ഒക്കെ കേട്ടിരുന്നോ എന്നുള്ളത്. അപ്പം ഈ മെയിൻലി വന്ന ഏറ്റവും കൂടുതൽ ഞാൻ വായിച്ചൊരു കമന്റ് ആണ്, ഇതിലാകെ കുറച്ച് വിവരമുള്ളത് വർഷയ്ക്ക് മാത്രമാണ്, ബാക്കിയെല്ലാം കണക്കാണ്. സാറ് ഒട്ടുമുതലില്ലാത്തൊരു പൊട്ടിയാണ് അവള്. കാരണം ആ ക്യാരക്ടറാണ് ഏറ്റവും കൂടുതൽ കുശുമ്പും കുന്നായ്മയും, സ്വന്തം കൂടപ്പുറപ്പിനെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത്. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു ഫേക്ക് സ്റ്റേറ്റ്മെന്റ്. അത് എനിക്ക് തോന്നുന്നു ഈ കട്ട്സ് മാത്രല്ലേ ഇപ്പം ഇൻസ്റ്റഗ്രാമിലുള്ളവര് സീരിയൽസ് ഫുള്ളായിട്ട് കാണാത്ത ആളായിരിക്കും. ചില ബൈറ്റ്സ് കാണുമ്പോ ചിലപ്പോ അങ്ങനെ ഫീൽ ചെയ്യായിരിക്കും. ഇനി ഏറ്റവും വൈറലായ ഒരു വീഡിയോയുടെ അടിയിൽ വന്നത്, താളിച്ച മോരുണ്ടാക്കാൻ അറിയാമെങ്കിൽ ദേശായി കുടുംബത്തിൽ പ്രവേശനമില്ല, അറിയില്ലെങ്കിൽ കുടുംബത്തിലെ പാരമ്പര്യം അതാണ്. അപ്പൊ എനിക്കത് സാറ് നേരത്തെ റെഫർ ചെയ്തില്ല, ഫുഡ് ഉണ്ടാക്കുന്നതിൽ ഇപ്പം അമൃത ഇപ്പം മോരുണ്ടാക്കുകയാണെങ്കിൽ, താളിച്ച മോരുണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പോ വർഷയ്ക്ക് അത് അറിയില്ലായിരിക്കാം. അവിടെയാണ് നമ്മൾ ഈ അമ്മ റേറ്റ് ചെയ്യുന്നത്. കണ്ടോ, നിനക്കത് അറിയില്ല, നിനക്കതറിയാം. അപ്പൊ ആ ഒരു സാധനമാണ് താളിച്ച മോരുണ്ടാക്കാൻ അറിഞ്ഞൂടാന്ന് വെച്ചിട്ട് പെൺകുട്ടികളാരും കല്യാണം കഴിച്ച് പോകാതിരിക്കുന്നില്ലല്ലോ. പക്ഷെ ദേശായി കുടുംബത്തിൽ പ്രവേശിക്കണമെങ്കിൽ അതൊരു വലിയ ക്രൈറ്റീരിയ ആണെന്നാണ്. അടുത്തത്, IPL സ്വന്തമായി ടീം ഇറങ്ങാൻ വരെ ആസ്തിയുള്ള കുടുംബമാണ്. വീട്ടിലെ വഴക്ക് 1 കിലോ LKG പിള്ളേരെ പോലെ മാമ്പഴം, ഉപ്പുമാവ്, കടല, താളിച്ച മോര്, കഷ്ടം തന്നെ ദേശായി ഫാമിലി എന്ന് പറഞ്ഞിട്ട്. അത് ശരിക്കും ഈ ചന്ദനമഴ സീരിയലിനകത്തെ ദേശായി ഫാമിലി വലിയ കമ്പനി നടത്തുന്നു. പക്ഷെ ആ കമ്പനി എന്താണെന്നുള്ളത് എനിക്കും ചെയ്ത സംവിധായകന് പോലും അറിയില്ല. അത് ചെയ്യുന്ന അതിനകത്ത് നായകനോട് ഞാൻ തമാശക്ക് ചോദിക്കും, ബാഗൊക്കെ തൂക്കി പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ ചോദിച്ചു, എന്താ കമ്പനി? അപ്പൊ ഞാൻ ലാസ്റ്റില് പുള്ളി തമിഴിലെ ഒരു പേരാണ്. അപ്പൊ ചോദിച്ചു, എന്നാ സാർ എന്നാ സാർ അമ്മ ബിസിനസ്? പപ്പട കമ്പനിയാണ്, ദേശായി പപ്പടം എന്ന് പറഞ്ഞു. ഇவ்வளோ പ്രമാദമാണ് പപ്പട കമ്പനിയാ, ഇவ்வளோ ടേണോവറാ. അപ്പൊ അതൊക്കെ ഒരു തമാശക്ക് നമ്മൾ ആ കഥ പറഞ്ഞു പോവുക എന്നുള്ളതാണ്. അവരൊരു വലിയ ഫാമിലി, നമ്മൾ അതിനകത്ത് കുടുംബമാണല്ലോ പറഞ്ഞത്. ആ ദേശായി ഫാമിലിക്കകത്തുള്ള
അപ്പൊ അനിയന്റെയും ചേട്ടന്റെയും സഹോദരിയുടെയും സഹോദരന്റെയും ഭാര്യയുടെയും ഭർത്താവിന്റെയും സ്നേഹവും അടുപ്പവും അകൽച്ചയും അതൊക്കെയാണ് നമ്മൾ പക്ഷെ മെയിനായിട്ട് എനിക്ക് തോന്നുന്ന ആൾക്കാർ കമ്പയർ ചെയ്യുന്ന ഇന്നത്തെ കാലത്ത് നോക്കുമ്പോഴേ അത്രയും പൈസ ഉള്ള അത്രയും കോടികൾ അതുപോലെ 2 ന്യൂസ് പേപ്പർ ഇടുന്നതിന് അമ്മായിയമ്മയും അതുപോലെ ഇങ്ങനെ 2 ന്യൂസ് പേപ്പർ വീട്ടിലിട്ടതിന് വരെ വഴക്കുണ്ടായതിന്റെ അടിയിലും ഞാൻ ഈ കമന്റ് കണ്ടു. ഇത്രയും പൈസക്ക് ആസ്തിയുള്ള വീട്ടിൽ 2 ന്യൂസ് പേപ്പർ ഇടുന്നതിന് ഇപ്പൊ ആ ന്യൂസ് പേപ്പറുകാരനും കൂടെ പൈസ കൊടുക്കാലോ എന്നുള്ള രീതിയിൽ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് എനിക്ക് ഈ ബൈറ്റ്സ് കാണുമ്പോഴാണ് ഇതിന്റെ അടിയിൽ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമന്റ്സ് വരുന്നത്. ആ സീൻസ് എല്ലാം ഈ കമന്റ് ഇടുന്ന ആൾക്കാർ അത്രയും ശ്രദ്ധിക്കുന്നു, അത്രയും കീനായിട്ട് വാച്ച് ചെയ്യുന്നതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു കമന്റ് ഇടാനുള്ളത്. അപ്പൊ അതൊരു നമ്മളെ സംബന്ധിച്ച് വലിയ അപ്രീസിയേഷൻ. അതെ. അടുത്തത്, ഈ ആധുനിക കാലത്ത് ആരെങ്കിലും ഹാർഡ് ഡിസ്ക് ഉരച്ച് കഴുകുമോ? വാഷിംഗ് മെഷീനിൽ ഇട്ടൊന്ന് കഴുകിയാ പോരെ? അതൊരു സർക്കാസം പോലെ. ശരിക്കും പറഞ്ഞാൽ എന്റെ വൈഫ് ഞാൻ ഈ പറഞ്ഞ പോലെ അമൃതയുടെ സ്വഭാവം പോലെ എല്ലാം വൃത്തിയായി സൂക്ഷിക്കണം എന്നുള്ളൊരു താല്പര്യക്കാരിയാണ്. അവൾ ഒരിക്കലും ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന കൂട്ടത്തില് സ്വിച്ച് ബോർഡിൽ വെള്ളം തെറിച്ചിട്ട് അറിയാതെ ചെയ്തു പോയതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ അവളോട്, ഇത് അമൃത പണ്ട് അതിനകത്ത് ചെയ്തതുപോലെ നീ അത്ര പൊട്ടത്തിയാകരുത്. അപ്പൊ ഇതൊക്കെ സ്വാഭാവികം ചിലപ്പോൾ സംഭവിച്ചു പോകുന്നതാണ്. നമ്മളിപ്പോ ഇങ്ങനെ ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു സാധനം ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു സാധനം ക്ലീൻ ചെയ്യുന്ന കൂട്ടത്തിൽ, പക്ഷെ അത് പർപ്പസ്ഫുള്ളി അമൃത അതിനകത്ത് ചെയ്യുന്നത് പർപ്പസ്ഫുള്ളിയാണ്. അത് നമ്മുടെ ക്യാരക്ടർ അങ്ങനെയാണ്. ഭർത്താവ് ഡെയിലി കൊണ്ടുപോകുന്ന ലാപ്ടോപ്പ് വൃത്തിയായിരിക്കണം. ലാപ്ടോപ്പ് വൃത്തിയാക്കേണ്ടത് എങ്ങനെയാന്നുള്ളത് അമൃത എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് അറിയില്ല. അതുകൊണ്ട് കഴുകി വിരിച്ചു, അത്രേ ഉള്ളൂ. അതാ പറയുന്നത്, അത് വരച്ച് കഴുകിയതിന് പകരം വാഷിംഗ് മെഷീനിൽ ഇട്ടാൽ മതിയായിരുന്നു. അത്രയും ഇതായിട്ട് ചെയ്ത്. ഇനി ഞാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് വൈറലായ ക്ലിപ്സ് കാണിക്കട്ടെ. ആഹാരം കഴിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ? ഈ BGM കേട്ടായിരുന്നോ സാറ്? ഈ BGM ഭയങ്കര ഇതിനെ വെച്ചിട്ട് ഒരു റീൽസിന്റെ കുറെ ഇത് തന്നെ ഉണ്ടായിരുന്നു. അതായത് ഇത് വെച്ചിട്ട് ഡാൻസ് കളിക്കുന്നു, പല റീൽസിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഈ BGM യൂസ് ചെയ്യുന്നു. അത് എങ്ങനെ സാർ? ഇതൊരു ടെമ്പോയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ ഒരു ഇപ്പൊ നമുക്കൊരു മൊണോട്ടോണസ് തോന്നാതിരിക്കാൻ വേണ്ടി ഇപ്പൊ ചാനൽ സ്കിപ്പ് ചെയ്ത് അടുത്ത ചാനലിലേക്ക് പോയാൽ ഇതൊരു പതിഞ്ഞ രീതിയിലാണ് ഈ സംഭവം പോയിരുന്നെങ്കിൽ നോട്ടീസ് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് ടെമ്പോ ആക്കും. സാധാരണ എല്ലാരും പറയുന്നത് നമ്മളെ കുറിച്ചുള്ള ആക്ഷേപം സീരിയലാ, ലാഗാണ്. അതിനകത്ത് ലാഗില്ലല്ലോ, വളരെ ഫാസ്റ്റ് ആയിട്ടല്ലേ. അപ്പൊ സീരിയൽ ലാഗ് അല്ല, സീരിയൽ ലാഗാണെന്നുള്ള തോന്നലേ ശരിയല്ല. അടുത്തത്, ഞാനാ കുക്കർ അടുക്കി വെച്ചത്. അത് അതെനിക്കറിയില്ല. അമ്മ ഇതിലാണ് പറഞ്ഞത്. എനിക്കറിയണം, കടലില്ലാതെയാണ് ഇവിടെ കുക്കർ വെച്ചത്. അങ്ങനെയെങ്കിൽ അത് മാറ്റേണ്ട കാര്യം. എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ കടലിട്ട കുക്കറി വെച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതിൽ അമൃതയുടെ ഒരു അവസ്ഥ ഉണ്ട്. അമൃതയുടെ ഒരു അവസ്ഥയാണ് അത്. അത് കടലയ്ക്ക് വേണ്ടി അത് പറയുന്ന ആ നായകന്റെ അവസ്ഥ ഒരു കടലയ്ക്ക് നമ്മളിത് അന്ന് എടുത്തു പോയപ്പോ ഒന്നും ശ്രദ്ധിച്ചില്ല. ഇപ്പൊ കാണുമ്പോ സാറിന് എനിക്ക് ചിരി വരുന്നു. കാരണം കടലാണ് പ്രധാന വിഷയം, കടലയാണ്. അതെ. കാതോടുക്കാത്തവര് ഇങ്ങനെ കുറെ സീരീസ്, സ്ത്രീജനം, ഇങ്ങനത്തെ കുറെ സീരിയൽസ് ചെയ്തിട്ടുണ്ട് ഇതുവരെ ഉള്ളത്. ഇനി നമുക്ക് എന്താ സാറിന്റെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാം? വളരെ പുതുമയുള്ളൊരു സബ്ജക്റ്റാണ്. സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നില്ല. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു, ഇതുവരെ പറയാത്ത ഒരു പ്ലാറ്റ്ഫോമിൽ പറയുന്ന ഒരു കഥ. അത് മഴവിൽ മനോരമയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതിന്റെ സ്ക്രിപ്റ്റിംഗ് എല്ലാം ഏകദേശമായി. ഈ മാസം എൻ്റെയോടുകൂടി ഷൂട്ട് തുടങ്ങും. അത് ഭയങ്കര, ഇപ്പൊ ഇന്നേ വരെ ഞാൻ ചെയ്ത സീരിയൽ ഒരു വ്യത്യസ്തമായൊരു ക്യാൻവാസിൽ പറയുന്ന ഒരു സാധനമായിരിക്കും. അതിനു വേണ്ടിയുള്ള ശ്രമമാണ്. അത് ജനം അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്
അതൊരു പുതുമയുള്ളൊരു സാധനമായിരിക്കും. അത് ഞാൻ വരുന്ന മുറയ്ക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങളുടെ ഒരു സഹകരണം ഉണ്ടാവണം, റീച്ച് ആക്കണം, നമുക്കത് ഒരു വൻ വിജയത്തിലേക്ക് എത്തിക്കണം. തീർച്ചയായിട്ടും നമ്മളെല്ലാരും അതിന് ഹോപ്പ് ചെയ്ത് നിൽക്കുന്നു. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു സാറിന്റെ ഉള്ളിൽ ഇറങ്ങി കിടക്കുന്ന ഒരു കലാകാരനുണ്ട്, നമുക്ക് അതിന് പുറത്ത് കൊണ്ടുവരണ്ടേ. അതിന് പുറത്ത് കൊണ്ടുവരാൻ സമയം. അപ്പൊ സാറിന്റെ ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ടീമിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് പാടാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ സാറിന്റെ തബലയൊക്കെ ഉണ്ട്, നമുക്ക് കൊണ്ടൊന്ന് വായിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. പറ്റിയ സമയമല്ലല്ലോ. അപ്പൊ സാറ് നമുക്ക് വേണ്ടി ഒരു പാട്ട്. പാൽക്കണ്ണാടി നോക്കി നിലാവു പെയ്തു ദൂരേതു ഞാനും വാൽക്കണ്ണാടി നോക്കി. ഇത്ര നന്നായിട്ട് പാടുന്ന സാർ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇടയ്ക്ക് റീൽസ് ഒക്കെ എടുത്തിടണം കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ, നമ്മൾ ഇൻസ്റ്റമെന്റ്സ് ഒക്കെ വെച്ചിട്ട്. അപ്പൊ ഇപ്പൊ ഉള്ള ഫാൻസിനേക്കാളും ഇരട്ടിയാവും ഈ ഫാൻ ബേസ്. ആൻഡ് താങ്ക് യു സോ മച്ച് സാർ. സാറിനെ പോലുള്ള വലിയൊരാളെ ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടിയത് എന്റെ ഒരു ലക്കായിട്ട്. അങ്ങനെയല്ല, അങ്ങനെ ഇത്രയും നല്ല സീരിയൽസ് നമ്മളൊക്കെ ചെറുതിലേ മുതൽ കണ്ടു വന്ന സീരിയൽസ് ഒക്കെ ആ ഒരു ഡയറക്ടറിനെ എന്റെ മുമ്പിൽ കിട്ടുന്നത് ഞാൻ ഒരിക്കലും അത് ഡ്രീം ചെയ്തില്ല. പക്ഷെ ഇറ്റ് ഹാപ്പൻഡ് ആൻഡ് താങ്ക് യു സോ മച്ച്. വി ഹാഡ് എ ഗുഡ് ടൈം അല്ലെ, എനിക്ക് തോന്നുന്നു. വി ഹാഡ് എ ഗുഡ് കോൺവെർസേഷൻ ഓൾസോ ആൻഡ് ഐ എൻജോയ്ഡ് ദ ഇന്റർവ്യൂ. സാർ എൻജോയ് ചെയ്തോ? താങ്ക് യു സോ മച്ച്.